എന്താണോ ഞെട്ടുന്നത്? ഞെട്ടിക്കുന്ന വാർത്തയാണ് ആശാനെ. എന്താ പെട്ടെന്ന് വായിക്കേ. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിനെതിരെ ഗുരുതര ആരോപണം. 5 വർഷം മുൻപ് ശസ്ത്രക്രിയ നടത്തിയ വീട്ടമ്മയുടെ വയറ്റിൽ കത്രിക കണ്ടെത്തി. എന്റെ ദൈവമേ, തമാശ കളിക്കരുത്. തമാശയല്ല, നീ കേട്ടതൊക്കെ സത്യമാണ്. പുന്നപ്ര സ്വദേശി ഉഷ ജോസഫിന്റെ വയറ്റിലാണ് കത്രിക കണ്ടെത്തിയത്. 2021 മെയ് 5 ഗർഭപാത്രത്തിലെ മുഴ നീക്കം ചെയ്യുന്നതിനായിരുന്നു ശസ്ത്രക്രിയ. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവ്. ഉഷയ്ക്ക് ശസ്ത്രക്രിയ നടത്തി ശസ്ത്രക്രിയ ഉപകരണം വയറ്റിൽ കുടുങ്ങിയെന്നുള്ള ആരോപണം നേരിടുന്ന ഡോക്ടർ ഇപ്പോൾ സംസാരിക്കുകയാണ്. അവരുടെ പ്രതികരണത്തിലേക്ക്. എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. വന്നേ നമുക്ക് നോക്കാം. കത്രികയല്ല, മസ്കിറ്റോ എന്നുള്ള ഒരു വളരെ ചെറിയ സാധനമാണ്. വളരെ നീളം കുറവ്. ഈ എക്സ്റേ കാണുന്ന ഒരു മാഗ്നിഫൈഡ് വ്യൂ ആണ്. കത്രികയല്ല, മസ്കിറ്റോ ആണ്. ഇത് നമ്മൾ മുമ്പേ കണ്ടിരിക്കുന്നു. ഇത് ചെറുത്ത് അപൂർവമാണ്. 5 അല്ല 50 വർഷം ജീവിച്ചാലും ഒന്നും സംഭവിക്കത്തില്ല. ഒന്നും സംഭവിക്കത്തില്ല. നിങ്ങൾ മനുഷ്യനോ മൃഗം? ഈ വീട്ടിൽ ആരെയും കാണില്ല. അത് വെറുന്നോ. ഞാൻ ആരോടും മേടിച്ചു. ഇവിടെ ആലപ്പുഴയുള്ള എല്ലാവർക്കും അറിയാം. ആരോടും ഞാൻ സർജറിക്ക് വേണ്ടി ഇന്ന് വരെ പൈസ മേടിച്ചിട്ടില്ല. അതുകൊണ്ട് ഇവരോട് ഞാൻ മേടിച്ചിട്ടില്ല. അതെനിക്ക് ഉറപ്പാണ്. ഈ അയ്യോ പാവങ്ങൾക്ക് എന്തിനാ ഈ ഉടായ്പ കാണിക്കണേ? എന്ത് ചെയ്യാനാ തലേ? എനിക്ക് കാശ് വാങ്ങിച്ചേ ശീലമുള്ളൂ, കാശ് കൊടുത്ത് ശീലമില്ല. അപ്പോൾ അത് പോകാൻ പാടില്ല. പക്ഷേ ഇത് ശരിക്കും ഇൻസ്ട്രുമെൻസിൻ്റെ എണ്ണം ആദ്യം ഒരു ബോർഡിൽ എഴുതണം, ഒരു സ്ക്രബ് നഴ്സ്. പിന്നെ കഴിയുമ്പോഴും ഇൻസ്ട്രുമെൻ്റ് എണ്ണം ചെക്ക് ചെയ്യണം. പക്ഷേ ഗവൺമെൻറ് ഹോസ്പിറ്റലുകൾ എൻ്റെ അറിവിൽ എടുത്തോളം ഫ്ലോർ നഴ്സ് എന്നൊരു സ്റ്റാഫ് ഉണ്ടാവാറില്ല. ഈസി ആയല്ലോ. അപ്പൊ എല്ലാം ഈസി ആയല്ലോ. അപ്പം ചെയ്യുന്ന ഡോക്ടറും ചെയ്യുന്ന സിസ്റ്ററും കൂടെ ഇത് ആദ്യമേ ഒന്ന് എണ്ണും. എണ്ണിയിട്ട് ലാസ്റ്റ് വീണ്ടും ഒന്നും കൂടെ എണ്ണും. അപ്പം ആ എണ്ണത്തിൽ മനസ്സിലെ ഓർമ്മയിൽ എന്തെങ്കിലും പശു വന്നു പോയാൽ ഇങ്ങനെ വരാം. ചോദിക്കാൻ ഒരു പട്ടിയും വരില്ല എന്ന വിശ്വാസം എവിടെ നിന്ന് വന്നു? ആ ധൈര്യമാണ്, ആ വിശ്വാസമാണ് ഈ നാട്ടിലെ രാഷ്ട്രീയം. പക്ഷേ ഇത് വയറ്റിലുള്ളതുകൊണ്ട് ഒന്നും അറിയത്തില്ല. വെക്കാന്നല്ല, തെറ്റാണ്. പക്ഷേ വയറ്റിൽ ഇത് ഇരുന്നുകൊണ്ട് ഒന്നും അറിയാം. ഇത് പണ്ട് 20 കൊല്ലം മുമ്പ് വെച്ചതും ആകാം. ഇപ്പൊ വെച്ചതാന്നുള്ളതിന് ഒരു തെളിവുമില്ല. മനുഷ്യനാവണം ആദ്യം, എന്നിട്ടുണ്ടാക്കുക നിലയും വിലയും. അതൊന്നും സൂത്രത്തിൽ ഉണ്ടാക്കല്ല വേണ്ടത്, സ്വയം ഉണ്ടാവട്ടെ. ഉഷ ജോസഫ് അമ്മയുടെ വയറ്റിൽ നിന്ന് പിറന്നു വീണപ്പോൾ തന്നെ വയറ്റിൽ ഒരു ശസ്ത്രക്രിയ ഉപകരണവുമായിട്ടാണ് വന്നത്. അതാണ് പിന്നീട് വളർന്ന് 10 സെന്റിമീറ്ററായി എക്സ്റേയിൽ കണ്ടതെന്ന് ഒരു ന്യായീകരണം കൂടി ഇനി ഉണ്ടാകാതെ എന്നാൽ ഭാഗ്യം. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ഈ ലോകത്തിന്റെ ഒരു പോക്കേ. ഈ രോഗിക്ക് ഇതിനു മുമ്പ് ഒരു ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട്. അന്ന് വന്നതാണോ എന്ന് എങ്ങനെ അറിയാം? ഈ ഓപ്പറേഷനിലാ വന്നതെന്ന് എന്താ? അല്ല, ഞാനല്ല ചെയ്തത്. അല്ല എന്ന് 100% എനിക്കറിയാം. ഞാനല്ല. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇല്ല, എനിക്ക് ഓർമ്മയില്ല. ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ. എന്നാ എനിക്കത് ഓർമ്മയില്ല. സിസ്റ്റം പണ്ട് മന്ത്രി പറഞ്ഞാൽ ഇതൊന്നും സിസ്റ്റം ഗവൺമെന്റ് ആസിൽ കൊണ്ടുപോകാനുള്ള സ്റ്റാഫില്ല. നമുക്കിട്ടെന്ന് വെച്ചല്ലേ അത് യൂറിനറി സ്റ്റോണിന്റെ വേദനയാണ്. ഇതിപ്പം ഈ ഒരു സിംറ്റം വന്നുകൊണ്ട് കണ്ടുപിടിച്ചു. അൾട്രാസൗണ്ട് ചെയ്തിട്ട് വരാൻ പാടില്ല, ഇൻസ്ട്രുമെന്റ് വരാൻ പാടില്ല എന്നുള്ളതിന് സംശയം. നീ എവിടെയെങ്കിലും ഉറച്ചു നിൽക്കണം. പക്ഷെ എന്തുകൊണ്ട് വന്നു എന്നുള്ളത് ഇപ്പം ഒരാളുടെ തലയെ കെട്ടിയ സിസ്റ്റത്തിലാണ് അതിന്റെ ഫെയിലിയർ. എന്തോന്നാ നിനക്ക് ഇവിടെ മല മറിക്കുന്ന പണി? പക്ഷെ ഞാൻ പറഞ്ഞ പോലെ ഈ ചെയ്ത ഒരാളുടെ തലയിൽ വെക്കുന്നതും കഷ്ടമാണ്. അത് സിസ്റ്റം ഇങ്ങനെയാണ്. കുത്തും ആലോചിക്കണം. വോട്ടേ കുത്തും ആലോചിക്കണം. കണ്ട അണ്ടനും അടവണ്ണൊക്കെ വോട്ട് ചെയ്താൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ഇനിയിപ്പോൾ വല്ല കെമിക്കൽ ടെസ്റ്റ് കൊണ്ട് ഇൻസ്ട്രുമെന്റ് പഴക്കം കണ്ടുപിടിക്കുകയോ അങ്ങനെ വല്ലതും ചെയ്യേണ്ടി വരും. എങ്ങനെയാന്ന് ശീലമില്ല. അതെന്നാ വർത്താനം ഇടാൻ പറഞ്ഞു വെച്ച് പോയേ. ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി.